കാണാൻ പോകുന്ന കഥയുടെ രസം ഞാനായിട്ട് പറഞ്ഞു കളയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. വീണ്ടും 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 അമ്മ കിച്ചു കിച്ചു നിന്റെ അമ്മ. ഈ തള്ള എന്താണ് പറയണത്? ലൈക്ക് രേണു ചേച്ചി സ്വയം പറയാണ് കിച്ചുവിന്റെ അമ്മയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇതൊക്കെ പറയാൻ നീ ആരാടാ? അവൻ എന്തും ചെയ്യട്ടെ രേണു ചേച്ചി, അവൻ എന്തും ചെയ്യട്ടെ. അവന് നിങ്ങളൊരു അമ്മയാണ്, അമ്മയായിട്ട് നിങ്ങളെ കാണുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ പറയുന്നു കിച്ചു നിങ്ങൾക്ക് മകനാണ്, നിങ്ങൾ കിച്ചുവിന്റെ അമ്മയാണെന്ന്. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. ഏതമ്മ പറയും ഇങ്ങനെ? കിച്ചു, എനിക്കും നിനക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നെ കൊണ്ടത് പറയിക്കരുത് എന്ന് ഏതമ്മ പറയും ചേച്ചി? അങ്ങനെ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഒരമ്മയും പറയില്ല. ഞാൻ പറയട്ടെ രേണു ചേച്ചി, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എടാ നീ ആദ്യം നന്നായി എന്നിട്ട് സ്വയം നന്നാകാൻ നോക്കും. അവൻ എന്തും ചെയ്യട്ടെ. നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ്, നിങ്ങളെ എല്ലാ കുടുംബത്തിലും, ഞാൻ എപ്പോഴും പറയില്ലേ, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഉപദേശം തരാൻ ഇയാൾ ആരുവാ? ചട്ടമ്പിസ്വാമിയാണ്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം നാടകത്തിന് സെറ്റും ആയിരിക്കും, അല്ലാതെ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. നീയാണല്ലോ കോടതി ഓടാമയില്. നിങ്ങളോടുള്ള വെരി 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 പേഴ്സണൽ ഇഷ്ടം വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയണെങ്കിൽ നിനക്ക് ഈ സമയത്ത്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരിക്കലും അത് തരില്ല. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. ഞാൻ ഒരു 5-6 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരാളായ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, എന്താ അവളുടെ ഒരു ചാട. നിങ്ങൾക്ക് റിക്കവർ ആണെങ്കിൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ നശിച്ച ലോകത്തുനിന്നും നശിച്ച ഒരു ലോകം ഈ ദുനിയാവിൽ വേറെയില്ല. ഈ സോഷ്യൽ മീഡിയന്റെ അത്രയും കരച്ചില് തുടങ്ങി. നന്നായി ഒന്ന് ചങ്കൂട്ടി കരഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ആകെ കിട്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുരച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം. പോയി ചത്തുടടാ.